നമുക്ക് ഏത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു നല്ല മാർഗം ഞാൻ ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടി കരുതിയവർ എന്നോട് പ്രത്യേകം ഇജാസത്ത് വാങ്ങി സമ്മതം വാങ്ങി അത് ചെയ്ത ഒരുപാട് പ്രവാസികളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണം. അല്ലാഹ് അവർ എന്ത് ഉദ്ദേശം കരുതിയിട്ടാണോ അത് ചെയ്തിട്ടുള്ളത് ആ ആഗ്രഹം നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാൻ. അത് നല്ലൊരു മാർഗ്ഗമാണ്. നല്ലൊരു മാർഗ്ഗമാണെന്ന് പറഞ്ഞാൽ മഹാന്മാർ പഠിപ്പിച്ചൊരു മാർഗ്ഗമാണ്. ആ മാർഗ്ഗം ഇനി ഞാനിതിൽ ആവർത്തിച്ച് പറയുന്നില്ല. ഒരു 12,000 തവണ ബിസ്മി ചൊല്ലുന്ന ഒരു രൂപമാണ്. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അത് ആഗ്രഹങ്ങൾ കിട്ടിയ ഒരുപാട് ആളുകൾ നമ്മോട് ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ ആഗ്രഹം പൂർത്തീകരിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരിലുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അള്ളാഹു അവർക്കൊക്കെ അതിൻ്റെ നിയ്യത്ത് പോലെ ചെയ്തവർക്ക് അള്ളാഹു എല്ലാവർക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആ 12,000 തവണ ചൊല്ലുന്നതിൻ്റെ മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ച ആളുകളുണ്ട്. അത് പൂർത്തീകരിച്ചിട്ട് ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ ഖൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോയിലെ നമ്മുടെ ഏത് ആഗ്രഹവും സാധൂകരിക്കാൻ അത് പൂർത്തീകരിച്ച് കിട്ടാനുള്ള മറ്റൊരു മാർഗമാണ് പറയുന്നത്. ഇത് നല്ലൊരു മാർഗമാണ്. നേരത്തെ പറഞ്ഞത് മഹാന്മാരെല്ലാം പറഞ്ഞ് അവർക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോൾ, അവരത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അവർക്കതിൻ്റെ ഫലം കിട്ടിയൊരു മാർഗ്ഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ഒരു മാർഗം മഹാന്മാർ പറഞ്ഞൊരു മാർഗമാണ്. ഈ ഒരു വഴി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വലിയ ഫത്ഹ് ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വഴി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും ഇത് കൃത്യമായി നേരത്തെ ചെയ്ത ആളുകൾക്ക് ഒരു 12,000 തവണ ബിസ്മി ചൊല്ലുന്നതിൻ്റെ അത് കേവലം 12,000 തവണ ബിസ്മി ചൊല്ലലല്ല, ഒരു പ്രത്യേക രൂപത്തിൽ അത് ചെയ്യാനുണ്ട്. എന്നെ ഫോൺ വിളിച്ച് സമ്മതം വാങ്ങിച്ച് ചെയ്ത ആളുകൾക്കൊക്കെ ഞാൻ അതിൻ്റെ രൂപം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്ന ഈ മാർഗവും അത് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. എല്ലാവരും ഇത് മുഴുവനായിട്ട് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരുപാട് ആഗ്രഹങ്ങളില്ലേ, നമ്മുടെ മക്കളുടെ വിവാഹം ശരിയാകാത്തത്, നമ്മുടെ ജോലിയിൽ തടസ്സമുള്ളത്, നമ്മുടെ കടങ്ങൾ വീടാൻ, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചവർ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചവർ, മക്കളുടെ സ്വഭാവം നന്നാവാനുള്ളവർ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ, അങ്ങനെ എന്താഗ്രഹവും നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഏത് ആഗ്രഹവും പൂർത്തീകരിച്ച് കിട്ടാൻ, ഞാൻ മുമ്പ് 12,000 ബിസ്മിയുടെ വിഷയം പറഞ്ഞിരുന്നല്ലോ, അത് പലരും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതേപോലെ ചെയ്തവർക്കും ഇനി പുതിയതായി കടന്നു വന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രവാസികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന, തളം കെട്ടിക്കിടക്കുന്ന ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളില്ലേ, നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പറയുന്നില്ലേ, എന്തെല്ലാം പ്രയാസങ്ങളാണ് പറയുന്നത്. എൻ്റെ മോന് ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ, ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ അവിഹിത ബന്ധത്തിലാണ്. എൻ്റെ മോന് രാത്രി അങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴോ വരുന്നതാണ്. എൻ്റെ ഭർത്താവ് എങ്ങനെയാണ്, എൻ്റെ ഭാര്യ എങ്ങനെയാണ്, എനിക്ക് ചെലവിന് കിട്ടുന്നില്ല, എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനമില്ല, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ പറയുന്നില്ലേ. അതൊക്കെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ലൊരു അമലാണിത്. ഇത് നിങ്ങൾ 3 തവണ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ആകെ എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടത്? 3 തവണ. ആ 3 തവണ മാത്രം ചെയ്താൽ ഇതുകൊണ്ട് വലിയ ഫലം ലഭിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾക്ക്, എന്നോട് ഫോൺ വിളിക്കുന്ന ആളുകൾക്ക് ഈ വിഷയം പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരൊക്കെ അത് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ അതിന് ഫലം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ അമൽ എന്ന് പറഞ്ഞാൽ, അത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ ബിസ്മിയുടെ വിഷയം പറഞ്ഞിരുന്നു. അതും ഞാൻ എന്നോട് ഫോൺ വിളിച്ചവർക്ക് ഞാൻ ഇജാസത്ത് കൊടുത്താൽ അത് അനുവാദം കൊടുത്തത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ വെള്ളിയാഴ്ച രാവിലാണ് ചെയ്യാൻ വേണ്ടി പറയല്. ഇത് വെള്ളിയാഴ്ച രാവിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ വ്യാഴാഴ്ച മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങി ആ വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യേണ്ട രൂപം പറഞ്ഞുതരാം. സുബ്ഹ് വാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക. വെള്ളിയാഴ്ച രാവിലെ കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കുക. വെള്ളിയാഴ്ച രാവിലെ സുബ്ഹ് നിസ്കാരത്തിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക.
സുബ്ഹ് നിസ്കാരത്തിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഫ്രഷ് ആകുന്നതിൽ ഏറ്റവും നല്ലത് കുളിക്കുന്നതാണ്. ഇനി ചില പ്രായമുള്ളവർക്കൊക്കെ കുളിക്കാൻ പ്രയാസമാണെങ്കിൽ ഏറ്റവും നല്ലത്, ഞാൻ ഇപ്പോഴും പറയുന്നത്, ഏറ്റവും നല്ലത് ആ ഫ്രഷ് ആകുന്നത് കുളിച്ച് ഫ്രഷ് ആവലാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ ഫ്രഷ് ആകുന്നത് പോലെ ഫ്രഷ് ആയി കഴിഞ്ഞ്, ഏറ്റവും നല്ലത് കുളിക്കലാണെന്ന് പറഞ്ഞല്ലോ, ഫ്രഷ് ആയി കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കാമിലായ വുളു എടുക്കുക. നല്ലോണം മനസ്സിലാക്കുക. സുബ്ഹ് നിസ്കാരത്തിന്റെ 30 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ്, അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഫ്രഷായി, ആ ഫ്രഷ് ആകുന്നതിൽ ഏറ്റവും നല്ലത് കുളിക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ കാമിലായ വുളു എടുക്കുക. കാമിലായ വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വുളു എടുക്കുന്നത് പോലെയല്ല. സാധാരണ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വുളു എടുത്ത് പെട്ടെന്ന് നിസ്കരിക്കുന്ന രൂപമായിരിക്കും. ഇത് നമ്മളൊരു പ്രത്യേക നിയ്യത്തിന് വേണ്ടി, ഒരു ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി, ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫ്രഷ് ആയിട്ട് നല്ല കാമിലായ വുളു, പൂർണ്ണമായ വുളു എടുക്കുക. അത് പൂർണ്ണമായ വുളു എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായ വുളു എടുക്കുക. അപ്പോൾ അത് അങ്ങനെ തന്നെ, അത് എല്ലാം 3 തവണ ചെയ്യുക. ആ ചെയ്യുന്നതിന്റെ മുമ്പ് ചൊല്ലേണ്ട നിയ്യത്തുകൾ, സുന്നത്തായ നിയ്യത്തുകൾ, ഫർളായ നിയ്യത്തുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും പരിഗണിക്കാനുണ്ട്. അപ്പോൾ കാമിലായ വുളു എടുക്കുന്ന സമയത്ത് വുളുവിന്റെ മുമ്പുള്ള സുന്നത്തുകളൊക്കെ പരിഗണിച്ച് കൃത്യമായി വിരലുകൾക്കിടയിൽ ചിക്കകറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്ത് ആ പൂർണ്ണമായ വുളു, അപ്പോൾ കൈകൾ കുറച്ച് കയറ്റി കഴുകേണ്ടി വരും. അങ്ങനെയാണല്ലോ വുളു എടുക്കുമ്പോൾ കൈകാലുകൾ കുറച്ച് കയറ്റി കഴുകൽ സുന്നത്താണ്. തല തടവുമ്പോൾ തല മുഴുവനും തടവല് സുന്നത്താണ്. ഇങ്ങനെ കാമിലായ പൂർണ്ണമായ വുളു എടുക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചതിന് സമയം കളയുന്നില്ല. കാമിലായ വുളു എടുക്കുക. വുളു എടുത്ത ശേഷം വുളുവിന് ശേഷമുള്ള ഒരു ദുആ ഉണ്ട്. ആ വുളുവിന് ശേഷമുള്ള ആ ദുആ എല്ലാവരും ചെയ്യാം. ഈ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും വുളുവിന് ശേഷമുള്ള ദുആ, അത് ഖിബ്ലയിലേക്ക് മുന്നിട്ട് വുളുവിന് ശേഷമുള്ള ഒരു ദുആ ഉണ്ടല്ലോ, നമുക്കൊക്കെ അറിയുന്ന ദുആ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതാണ് വുളുവിന് ശേഷമുള്ള ദുആ. ഈ വുളുവിന് ശേഷമുള്ള ദുആ മുഖവും കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്യാം, ഒറ്റ പ്രാവശ്യം വുളുവിന് ശേഷമുള്ള ദുആ. അപ്പോൾ വുളുവിന് ശേഷമുള്ള ദുആ ചെയ്തതിന് ശേഷം 3 തവണ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യാം. ശരിക്കും മനസ്സിലാക്കുക, 3 തവണ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യാം. സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് 3 തവണ പാരായണം ചെയ്യാം. ആ സൂറത്ത് 3 തവണ പാരായണം ചെയ്തതിനു ശേഷം 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാം. ഖിബ്ലയിലേക്ക് മുന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാം. തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അത്തർ എടുത്ത് ആ അത്തർ ശരീരത്തിലേക്ക് പൂശി നല്ല സുഗന്ധപൂരിതമായി നിങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ മുസല്ലയും ഒക്കെ അത് കൃത്യമായി ഖിബ്ലയിലേക്ക് മുന്നിട്ടിരുന്ന് നല്ല ഹൃദയശുദ്ധിയോടുകൂടെ ഈ അത്തറൊക്കെ പൂശുന്നത് അത് നല്ലൊരു ഭയഭക്തിയും ഒരു ഹൃദയശുദ്ധിയും ഒരു ഖുശൂഅൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തറൊക്കെ ഇങ്ങനെ പൂശി. അത് മഹാന്മാരങ്ങനെ പഠിപ്പിച്ചത് അതിനാണ്. അത്തറൊക്കെ ഇങ്ങനെ പൂശി വളരെ റാഹത്തോടുകൂടെ മനസ്സ് ശുദ്ധമാക്കിയിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. കൃത്യമായി മനസ്സിലായല്ലോ. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വ അതൂബു ഇലൈഹി ഒന്ന് പറഞ്ഞു നോക്ക്. അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വ അതൂബു ഇലൈഹി. സ്പീഡ് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വ അതൂബു ഇലൈഹി. ഇത് 100 തവണ ചൊല്ലാം. പെട്ടെന്ന് കഴിയും. 100 തവണ ചെയ്യാം. ഇത് 100 തവണ ചൊല്ലിയതിനു ശേഷം ആ ഇരുത്തത്തിലിരുന്ന് 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്യാം. 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്തിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതാണ് ട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇത് 100 തവണ ചൊല്ലാം. അത് 100 തവണ ചൊല്ലിയതിനു ശേഷം പച്ച മലയാളത്തില്, അറബിയൊന്നും വേണ്ട, പച്ച മലയാളത്തില് നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ഈ സുബ്ഹിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് കാമിലായ വുളു ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഏത് ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്? അത് മകളുടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണോ, നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണോ, വിവാഹം ശരിയാവാൻ വേണ്ടിയിട്ടാണോ, കടം വിടാൻ വേണ്ടിയിട്ടാണോ, അതേപോലെ തന്നെ സ്ഥലക്കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണോ, എന്തു പ്രയാസങ്ങളാവട്ടെ. ചില ആളുകളൊക്കെ വിളിച്ചറിയിച്ചത് എൻ്റെ മകനും ഒരു അമുസ്ലിം
അമുസ്ലിം കുട്ടിയുമായിട്ട് പ്രണയബന്ധത്തിലാണ്, എൻ്റെ മോൾ അങ്ങനെ പ്രണയബന്ധത്തിലാണ്, അതൊന്ന് വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് പല ആളുകളും ഫോൺ വിളിച്ചറിയിക്കാറുണ്ട്. അപ്പൊ എന്തു പ്രശ്നങ്ങളാവട്ടെ അതിനുവേണ്ടി അത് പ്രത്യേകം അള്ളാഹുവിനോട് പച്ച മലയാളത്തിൽ 3 തവണ ചോദിക്കാം. 3 തവണ പച്ച മലയാളത്തിൽ ചോദിക്കാം. അതിനുശേഷം നിങ്ങളുടെ 2 കൈകളും ഇങ്ങനെ നേർക്ക് പിടിച്ച്, ഇങ്ങനെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമ്പോൾ കൈകൾ പിടിച്ചിരുന്നത്. അതേപോലെ നിങ്ങൾ കൈകളെ ഇങ്ങനെ പിടിച്ച് ആ കൈകളിലേക്ക് 3 തവണ ഊതിയിട്ട് മുഖം തടവുക, മുഖം മുഴുവനായിട്ട് തടവുക. അതോടുകൂടെ ആ അമല് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇതിപ്പോ എന്നാ ചെയ്യാൻ പറഞ്ഞത്? വെള്ളിയാഴ്ച രാവിലാണ് ചെയ്യാൻ പറഞ്ഞത്. ഇത് വെള്ളിയാഴ്ച രാവിലെ, ഒരു വെള്ളിയാഴ്ച രാവിലല്ല, 3 വെള്ളിയാഴ്ച രാവിലെ, 3 വെള്ളിയാഴ്ച രാവിലെ ഈ 3 തവണ ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല നിങ്ങൾ കരുതിയ ആ ആഗ്രഹം നടന്നിരിക്കും. ബിഇദ്നില്ലാഹി തആല അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന ഷർത്ത് മാത്രമേ അതിനുള്ളൂ. ആത്മാർത്ഥമായിട്ടാണോ അത് ചെയ്തത് എന്നാൽ ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കും. നല്ല ഫലമുള്ള ഒരു അമലാണ് ഇത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട, സുബഹി നിസ്കാരത്തിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കാൻ പറഞ്ഞത് അത് മിനിമം അരമണിക്കൂർ മുമ്പ് എന്നാണ് ചുരുങ്ങിയത്. ഇനി കുറച്ചും കൂടെ തയ്യാറാവാനുള്ളവർക്ക് കുറച്ചും കൂടെ നേരത്തെ എഴുന്നേൽക്കാം. ചുരുങ്ങിയത് അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കണം. ഇത് ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യമായി ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത് അങ്ങനെയാണ്, അത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ടോ? ഞാനിത് പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം തോന്നിയോ? നിങ്ങൾക്കത് ചെയ്യാൻ തോന്നിയോ? എന്നാ നടന്നിരിക്കും. ഷുവറാ, അത് ഉറപ്പാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചിരട്ടെ. നമ്മൾ അത്രയും ഫലങ്ങളുള്ളതല്ലേ ചെയ്യുന്നത്. ഇത് മഹാന്മാർ പറഞ്ഞതാണ് ഈ ഒരു രൂപം. ഞാൻ നേരത്തെ 12,000 ബിസ്മിയുടേത് പറഞ്ഞിരുന്നു. അത് വലിയ ഫലമുള്ളതാണ്. അത് കുറെ ആളുകളെ, എനിക്ക് തന്നെ ഒരുപാട് ആളുകൾ ഉസ്താദ് ഞാൻ തുടങ്ങി, ഞാൻ ഇത് ഇത്ര എണ്ണം എത്തിയപ്പോഴേക്ക് 8,000 എത്തിയപ്പോഴേക്ക് അത് എൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ് എത്ര ആളുകളുണ്ടെന്നറിയോ? അതൊക്കെ നമ്മൾ പറയുമ്പോൾ, നാം അതങ്ങ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്നു തോന്നുന്നുണ്ടോ? എന്നാ നടക്കും. അതാണ് ആ വിശ്വാസം. അതിനി ഇതിപ്പോ ചെയ്തിട്ട് എന്താ കാര്യം, അത് നടക്കുവോ എന്നൊരു സംശയമാണോ? എന്നാ പിന്നെ നടക്കാനെ കുറിച്ച് പ്രയാസം ഉണ്ടാവും. അത് ആ വിശ്വാസത്തിനനുസരിച്ചാണ് കാര്യം ഇരിക്കുന്നത്. അതില് പ്രത്യേകം ശ്രദ്ധ, അത്രയും ഫലമുള്ളതല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സുബഹി നിസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് ഫ്രഷായി, കുളിച്ച് ഫ്രഷായി, കാമിലായ വുളു എടുത്ത് വുളുവിന് ശേഷം ഈ ദുആ ചെയ്ത് അതിൽ 3 ഇന്നാൻസല്ലാഹു ഓതാൻ പറഞ്ഞില്ലേ? ആ 3 ഇന്നാൻസല്ലാഹുവിന്റെ നേട്ടം നിങ്ങൾക്കറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ ഖദ്രി 3 മററാത്തിൻ അലാ ഇസ്രിൽ വുളു, ആരെങ്കിലും വുളുവിന്റെ തൊട്ട് പിറകെ അതിന്റെ ദുആക്ക് ശേഷമൊക്കെയായിട്ട് 3 തവണ ആരെങ്കിലും സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ യഫ്തഹുല്ലാഹു തആല 8 അബ്വാബിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറന്നു കൊടുക്കും. എന്നിട്ട് തുറന്നു കൊടുത്തിട്ട് അവനോട് പറയും, നിനക്കിഷ്ടമുള്ളതിലൂടെ നിനക്ക് പ്രവേശിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ബിലാ ഹിസാബിൻ വലാ അദാബിൻ. അല്ലാഹുവിന്റെ വലിയ വിചാരണ നടക്കുന്നുണ്ട്. നീ ദുനിയാവിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം തെറ്റുകൾ ചെയ്തു. നമ്മുടെ കൈകൾ സംസാരിക്കുന്ന സമയം, നമ്മുടെ കാലുകൾ സംസാരിക്കുന്ന സമയം, നമ്മുടെ നാക്കെടുത്ത് ഞാൻ എന്റെ കൈ കൊണ്ടത് മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ആ കൈ അവിടെ സംസാരിക്കുകയാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകൾ സംസാരിച്ച് കാലുകളും കൈകളും നമ്മുടെ അവയവങ്ങളൊക്കെ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് പറഞ്ഞ് നമ്മെ ശക്തമായിട്ട് വിചാരണ ചെയ്യുന്ന ആ നാളില് വിചാരണയില്ലാതെ, അള്ളാഹുവിന്റെ ശിക്ഷകളില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഈ സൂറത്തുൽ ഖദ്ർ ഒരു കാരണമാകും. നിങ്ങൾ ആ ഹദീസ് കേട്ടിട്ടില്ലേ? ആരെങ്കിലും 3 തവണ വുളുഇന്റെ ശേഷം സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറന്നു കൊടുക്കുകയും ഇഷ്ടമുള്ളതിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുവിൻ ബിലാ ഹിസാബിൻ വലാ അദാബിൻ, ഒരു ശിക്ഷയും ഒരു വിചാരണയും ഇല്ലാതെ നിനക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ ആ സൂറത്തുൽ ഖദ്റാണ് നാം ഓതുന്നത്. അല്ലാഹുവിന് അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരടിമ രാത്രിയുടെ യാമങ്ങളിൽ, അന്ത്യയാമങ്ങളിൽ പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം മനുഷ്യരെല്ലാം മരം കോച്ചുന്ന തണുപ്പിൽ പോലും കമ്പിളി പുതച്ചു മൂടി ഉറങ്ങുന്ന സമയത്ത് നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന നിമിഷങ്ങളുണ്ടല്ലോ, രാത്രി
രാത്രിയുടെ കരിമ്പടം പുതച്ച് മൂടിക്കിടന്നുറങ്ങുന്ന ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന ഒരേ ഒരു സമയം, അതാ തഹജ്ജുദിന്റെ സമയമാണ്. ആ സമയത്ത് നീ നിന്റെ റബ്ബിനോട് ചോദിക്കുന്നതെന്തും റബ്ബ് തട്ടിക്കളയൂല. നമുക്ക് ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ അമല് മനസ്സിരുത്തി 3 വെള്ളിയാഴ്ച രാവിലെ 3 വെള്ളിയാഴ്ച രാവിലെ നിങ്ങളിത് ചെയ്യുവിൻ, വിശ്വാസത്തോടുകൂടെ ചെയ്യുവിൻ. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. ആ വിശ്വാസം നിങ്ങൾക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. പലരും വിളിക്കുന്നത് ഉസ്താദെ ഒന്നും വേണ്ട, ഉസ്താദിനൊന്ന് കണ്ട് ദുആ ചെയ്യിപ്പിച്ച് പോകാൻ മാത്രമാണ്, ഒരു ദിവസം ഡേറ്റ് തരുമോ എന്ന് ചോദിച്ചു വിളിക്കുന്നവരുണ്ട്. ഒരാളാണെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് അവർ വരുമ്പോഴുള്ള അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്, ബുക്ക് ചെയ്യാതെ വരരുത് എന്ന്. ഡിസംബർ മാസത്തിൽ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനി എല്ലാ ദിവസങ്ങളിലും 1-2 ബുക്കിങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ഇന്നലെ ഞാൻ പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചത്. ആ ഡേറ്റ് ഇന്നത്തോടുകൂടി ഏകദേശം ഇന്ന് ഉച്ചയായപ്പോഴേക്ക് എനിക്ക് ക്ലോസ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രത്തോളം ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അള്ളാഹുവേ അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന്, അതേപോലെ തന്നെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യുന്നവര്, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവര്, അവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം റൂഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ, പിശാച് ബാധയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വർഷങ്ങളായി ചികിത്സ നടത്തിയിട്ട് അതൊന്നും ഭേദമാകാതെ, അതൊന്നും ശിഫയാകാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അവരൊക്കെ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മുടെ രാവിലെയും വൈകുന്നേരവും ഓൺലൈനിൽ മജ്ലിസ് നടക്കുന്നുണ്ട്, നൂറെ മദീന എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊക്കെ അത് കാണാറുണ്ടോ? എല്ലാവരും ഒന്ന് അറിയിക്കണേ, കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഇല്ലാത്തവരൊക്കെ അത് കാണണം. അത് കണ്ടിട്ട് അതിൽ മജ്ലിസിൽ പങ്കെടുക്കണം. പങ്കെടുക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എഴുതിയ ഓരോ വസിയത്തുകളും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തേരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ. എല്ലാവരും മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ വലിയ ഖൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.